ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഗുഡ്സുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നതെന്നും അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണ് എന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ദി ന്യൂ സെഷൻ. നോക്കുക, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ നമ്മൾ ആദ്യമായിട്ട് കൊക്കൂൺസുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ശേഷം ആ കൊക്കൂൺസുകൾ ഉപയോഗിച്ച് നമ്മൾ പട്ട് നൂലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം പട്ട് നൂലുകൾ ഉപയോഗിച്ച് നമ്മൾ പട്ട് ക്ലോത്തുകൾ, ഫാബ്രിക്കുകൾ മാനുഫാക്ചർ ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ ഫാബ്രിക്കുകൾ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല പട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു. ഇങ്ങനെ 4 പ്രോസസ്സിലൂടെയാണ് പട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ പ്രോസസ് 2വിനെ കൺസിഡർ ചെയ്യുകയാണ്, അതായത് പട്ട് നൂലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ. ഈ പ്രോസസ്സിൽ ഞാൻ ഔട്ട്പുട്ട് ആയിട്ട് ഒരു 900 യൂണിറ്റ് പട്ട് നൂലുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഞാൻ ഈ ഔട്ട്പുട്ടുകൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പട്ട് ക്ലോത്തുകൾ നിർമ്മിക്കാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ ഔട്ട്പുട്ടിൽ നിന്നും ഒരു 300 യൂണിറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ മറ്റൊരു ഷോപ്പിലേക്ക്, ഒരു റീറ്റെയിൽ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടൺ ഹൗസിലേക്കോ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പട്ട് നൂലുകൾ മാത്രം ഞാൻ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യുകയാണ്. ഇതിനെയാണ് നാം ഇമ്മീഡിയറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ 300 യൂണിറ്റ് പട്ട് നൂലുകൾ ഒരു 250 യൂണിറ്റ് വെച്ച് സെയിൽ ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയെങ്കിൽ ടോട്ടൽ 75,000 റുപ്പീസിന്റെ സെയിലാണ് നടന്നിട്ടുള്ളത്. ഇതിൽ സ്വാഭാവികമായിട്ടും ഞാൻ പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്തു, ഓരോ യൂണിറ്റിനും എത്ര രൂപ ലാഭം ഈടാക്കി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നോക്കുക, ഇവിടെ 900 യൂണിറ്റിൽ നിന്നും നമ്മൾ 300 യൂണിറ്റ്, 300 യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്തു. ഇനി ബാക്കിയുള്ള 600 യൂണിറ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. അത് നമ്മൾ നേരെ പ്രോസസ് ബിയിലേക്ക് ബാലൻസ് ഉള്ള 600 യൂണിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഈ ഒരു എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ സഹിതം ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഗിവൺ ടു യു ടു പ്രിപ്പയർ പ്രോസസ് എ അക്കൗണ്ട്. ഒരു പ്രോസസ്സ് മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. ഇവിടെ പ്രോസസ് എയിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് റോ മെറ്റീരിയൽ ഒരു 1000 യൂണിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ 1000 യൂണിറ്റിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1 lakh റുപ്പീസ് ആണ് ടോട്ടൽ വാല്യൂ വരുന്നത്. ഇനി നോക്കുക, വേജസ് ആയിട്ട് ഒരു 87,500 റുപ്പീസും കോസ്റ്റ് ഇൻകേർഡ് ആയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. ഒരു 5% ആണ് വെയിറ്റ് ലോസ് ഉള്ളത്, ടോട്ടൽ മെറ്റീരിയലിന്റെ 5%. കൂടാതെ ഇവിടെ നമ്മൾ സ്ക്രാപ്പിന് സോൾഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നോർമൽ ലോസുകൾ നമ്മൾ സ്ക്രാപ്പിന് സോൾഡ് ചെയ്തു. നോർമൽ ലോസ് ആയിട്ട് ഇവിടെ ഒരു 50 യൂണിറ്റ് നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപക്കാണ്? ₹50 പെർ യൂണിറ്റ്. 50 രൂപക്ക് 50 യൂണിറ്റുകൾ നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട്, നോർമൽ ലോസുകൾ. മാത്രമല്ല ഈ ഒരു പ്രോസസ്സിൽ നിന്നും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗുഡ്സുകൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ വെച്ചാണ്? 250 റുപ്പീസ് പെർ യൂണിറ്റിന് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, 2/3 ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് എ. പ്രോസസ് എയുടെ ഔട്ട്പുട്ടിന്റെ 2/3 പാസ്ഡ് ടു ദി നെക്സ്റ്റ് പ്രോസസ്, അടുത്ത പ്രോസസ്സിലേക്ക് പാസ് ചെയ്യും. ആൻഡ് ദി ബാലൻസ് വാസ് സോൾഡ്. ബാലൻസ് വരുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യും? സോൾഡ് ചെയ്യും. ആൻഡ് മാനേജ്മെന്റ് എക്സ്പെൻസസ് വേർ 17,500 ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് വേർ 10,000. മാനേജ്മെന്റിന്റെ എക്സ്പെൻസുകളും സെല്ലിംഗ് എക്സ്പെൻസുകളുമാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. സോ പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സാധാരണ പോലെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതിനായി ആദ്യം ഫോർമാറ്റ് വരയ്ക്കുക. ഇതിൽ ഡെബിറ്റ് സൈഡിൽ പ്രോസസ്സിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസുകളും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഫസ്റ്റ് വൺ മെറ്റീരിയൽ ആയിട്ട്, റോ മെറ്റീരിയൽ ആയിട്ട് ഒരു 1000 യൂണിറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്, ടോട്ടൽ എമൗണ്ട് വരുന്നത് 1 lakh റുപ്പീസുമാണ്. അങ്ങനെയെങ്കിൽ പെർ യൂണിറ്റ് എത്ര രൂപ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും? ₹10, വിച്ച് മീൻസ് 1 lakh ഡിവൈഡഡ് ബൈ 1000. നെക്സ്റ്റ് നമ്മൾ ഈ പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വേജുകളാണ്. കൂലി കൊടുത്തിട്ടുണ്ട് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട്. അതായത് 87,500 റുപ്പീസ് നമ്മൾ കൂലി കൊടുത്തു. ഈ 2 ഐറ്റംസുകളാണ് നമുക്ക് പ്രോസസ് അക്കൗണ്ടിലേക്ക് ഇൻപുട്ട് ആയിട്ട് ആഡ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. ഇനി പ്രോസസ് അക്കൗണ്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഐറ്റംസുകൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഐറ്റംസുകൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു.
ഫസ്റ്റ് വൺ വെയിറ്റ് ലോസ്. ടോട്ടൽ യൂണിറ്റിന്റെ 5% ആണ് വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുള്ളത്. അതായത് 1000 യൂണിറ്റ് 1000 യൂണിറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ 5% വിച്ച് ഈസ് ഈക്വൽ ടു 50 യൂണിറ്റ് ആണ് നമുക്ക് ഇവിടെ ടോട്ടൽ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുള്ളത്. വെയിറ്റ് ലോസുകൾക്ക് നമുക്ക് ടോട്ടൽ എമൗണ്ട് കാണിക്കണ്ട എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് നോർമൽ ലോസുകൾ. നോർമൽ ലോസുകൾ ഇവിടെ സ്ക്രാപ്പിന് സോൾഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര യൂണിറ്റ് ആണ് ഇവിടെ സോൾഡ് ചെയ്തിട്ടുള്ളത്? 50 യൂണിറ്റ് ആണ് സോൾഡ് ചെയ്തിട്ടുള്ളത്. 50 പെർ റുപ്പീസ് വെച്ചിട്ട്, പെർ യൂണിറ്റിന് 50 റുപ്പീസ് വെച്ചുകൊണ്ട് തന്നെയാണ് സോൾഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2500 റുപ്പീസിന്റെ നോർമൽ ലോസുകളാണ് ഈ പ്രോസസ്സിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ളത്. ഇനി വളരെയധികം ശ്രദ്ധിക്കുക, ഈ പ്രോസസ്സിൽ നിന്നും നമ്മൾ ഗുഡ്സുകൾ സെയിൽ ചെയ്തിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റിന് 250 രൂപ വെച്ചാണ് നമ്മൾ ഈ പ്രോസസ്സിൽ നിന്നും സെയിൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എത്ര യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്തു അതിനുള്ള ക്ലൂ താഴെ നമുക്ക് നൽകിയിട്ടുണ്ട്. 2/3 ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് എ. പ്രോസസ് എയിലെ ഔട്ട്പുട്ടിന്റെ 2/3 നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോൾഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് എത്ര കറന്റ് ഔട്ട്പുട്ടുകൾ ഉണ്ട് നോക്കുക. ഫസ്റ്റ് നമ്മൾ 1000 യൂണിറ്റ് റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ നിന്നും വെയിറ്റ് ലോസ് ആയിട്ട് ഒരു 50 യൂണിറ്റ് നമുക്ക് നഷ്ടമായി. എഗെയിൻ നമുക്കൊരു 50 യൂണിറ്റ് നോർമൽ ലോസ് ആയിട്ടും നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ കറന്റ് ഔട്ട്പുട്ട് നമ്മളെ കയ്യിലുള്ളത് ഒരു 900 യൂണിറ്റ് ആണ്. ഈ 900 യൂണിറ്റിന്റെ 2/3 നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് 900 യൂണിറ്റിന്റെ 2/3 എന്ന് പറയുമ്പോൾ 600 യൂണിറ്റ് വരും. ഈ 600 യൂണിറ്റ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാലൻസ് ഉള്ള 900ൽ നിന്നും 600 കുറച്ച് ബാലൻസ് ഉള്ള 300 യൂണിറ്റ് നമ്മൾ സോൾഡ് ചെയ്യുന്നു. സോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരും. അത് കാരണം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണിക്കണം. ബാങ്ക് അക്കൗണ്ട് കാണിച്ച് 300 യൂണിറ്റ് ആണ് നമ്മൾ സോൾഡ് ചെയ്യുന്നത്. 250 യൂണിറ്റ് ആണ് പെർ യൂണിറ്റ് നമ്മൾ ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ 300 യൂണിറ്റ് 250 റുപ്പീസ് വെച്ച് നമുക്ക് 75,000 റുപ്പീസിന്റെ ടോട്ടൽ സെയിൽ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ പ്രോസസ്സിൽ നിന്നും നമുക്ക് പുറത്തേക്ക് പോകുന്ന ഐറ്റം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചത്. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മുടെ അടുത്ത് 600 യൂണിറ്റ് ആണ് ബാലൻസ് ഉള്ളത്. ഇത് നമ്മൾ നേരെ പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ മുന്നേ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ടോട്ടൽ വാല്യൂ ഓഫ് ഡെബിറ്റ് സൈഡ് നമ്മൾ ആദ്യം റഫ് ആയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 1,87,500 റുപ്പീസ്. ഇതിൽ നിന്നും നമ്മൾ ടോട്ടൽ വാല്യൂ ഓഫ് നോർമൽ ലോസ് മൈനസ് ചെയ്യുന്നു. നോർമൽ ലോസ് ആയിട്ട് നമുക്ക് 2,500 റുപ്പീസ് ആണ് വന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 1000 യൂണിറ്റും മൈനസ് ടോട്ടൽ യൂണിറ്റ് ഓഫ് നോർമൽ ലോസ് എന്ന് പറയുന്നത് ഇവിടെ 50 യൂണിറ്റ് ആണ്. എന്നാൽ ഇവിടെ നമ്മൾ വെയിറ്റ് ലോസും കൂടി ഇതിലേക്ക് കൺസിഡർ ചെയ്യണം. അതായത് ടോട്ടൽ ലോസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ്. ഇങ്ങനെ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് 205.55 റുപ്പീസ് ആണ് ലഭ്യമാവുന്നത്. അങ്ങനെ ടോട്ടൽ 600 യൂണിറ്റ് നമ്മൾ 205.55 റുപ്പീസ് വെച്ച് 1,23,330 റുപ്പീസിന് നമ്മൾ പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി വളരെയധികം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 205.55 റുപ്പീസ് ആണ്. എന്നാൽ നമ്മൾ ഈ യൂണിറ്റ് സെല്ല് ചെയ്തിട്ടുള്ളത് 250 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത്. അതായത് 205 രൂപ കോസ്റ്റ് വരുന്ന ഒരു പട്ടുനൂല് നമ്മൾ 250 രൂപക്കാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു യൂണിറ്റിന്മേൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് 44.45 റുപ്പീസ് പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ടോട്ടൽ 300 യൂണിറ്റ് 300 യൂണിറ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും? 300 into 44.45 വിച്ച് ഈസ് ഈക്വൽ ടു 13,335 റുപ്പീസിന്റെ പ്രോഫിറ്റ് ആണ് ഈ ഒരു സെയിലിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ ഈ പ്രോസസ്സിലേക്ക് തന്നെ ഉപയോഗിക്കണം. അത് കാരണം നമ്മൾ പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണിച്ച് ഈ പ്രോസസ്സിലേക്ക് തന്നെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നു. അതായത് 300 യൂണിറ്റ് 44.45 റുപ്പീസ് വെച്ച് 13,335 റുപ്പീസിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് ഈ
പ്രോസസ്സിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. ഇതോടുകൂടി ടോട്ടൽ ഡെബിറ്റ് സൈഡിന്റെ വാല്യൂ ചേഞ്ച് ആവുകയും രണ്ട് സൈഡും ഈക്വൽ ആവുകയും ചെയ്യും. അതായത് 2,08,35 rupees ആണ് ടോട്ടൽ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് നമുക്ക് ലഭ്യമാവുക. ഇങ്ങനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് സെയിൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ തന്ന രണ്ട് ഐറ്റംസുകൾ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ല. കാരണം അവ രണ്ടും ബിസിനസ് റൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ്. ഈ പ്രോസസ്സുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ മാത്രമാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അത് കാരണം അവ രണ്ടും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.